ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മാർബിൾ പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് എന്നും കണ്ട് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് പ്രത്യേക നന്ദിയുണ്ട്. അവർ വീട്ടമ്മമാരാണ്, വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ റൂബി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂബി രാമചന്ദ്രൻ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് രാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇതുപോലെ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ചേർത്തിട്ട് ആ വെള്ളം കൊണ്ട് മാവ് ഉതിർത്തിയെടുത്താൽ മതി. സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ പൊടി നനച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നനച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. നമ്മൾ നേരത്തെ പുട്ടിന് കാണിച്ച പോലെ അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് നമുക്ക് മാവൊന്ന് ഉതിർത്തിയെടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്ന അതേപോലെ തന്നെ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ള പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന അത്രയും ഒരു ബ്ലാക്ക് കളർ അല്ല കേട്ടോ. ഒരു ബ്രൗൺ കളറായിട്ടാണ് നമുക്ക് ശരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. രാഗി നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തവിടൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മളിതിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ലൈറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നനവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് നനച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടുന്ന സമയത്ത് ഉരുളായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. അങ്ങനെ ഉരുണ്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നിങ്ങൾ നനച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിന് മതി കേട്ടോ. ഇനി നമുക്ക് ആ മാവ് മാറ്റി വെച്ചിട്ട് കുറച്ച് അരിമാവും കൂടെ ഒന്ന് ഉതിർത്തിയെടുക്കാം. സാധാരണ അരിപ്പൊടി എടുത്തിട്ട് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പുട്ടിന് ഉതിർത്തിയെടുക്കുന്ന പോലെ തന്നെ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള സാധാരണ അരിപ്പൊടിയാണ്. നിങ്ങൾ പുട്ടുപൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി എടുത്താൽ മതി. നമുക്കൊരു വൈറ്റ് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ പറഞ്ഞാൽ രാഗി മാത്രമാകുമ്പോൾ രാഗിൻ്റെ ആ ഒരു കുത്ത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാഗിൻ്റെ ഒരുപാട് ആ ഒരു കുത്ത് പോകും കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്തവർക്കും കൂടെ ഇത് നല്ലൊരു കാര്യമാണ്. സാധാരണ നമ്മളിതും നനച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ പറയാത്തതിൻ്റെ കാരണം സാധാരണ പുട്ടെല്ലാവരും ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മാവിൻ്റെ പാകമൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനിതുപോലത്തെ ഒരു സ്റ്റീൽ കുറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില്ലിടാണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ചില്ലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും. ചില്ലിടാണ്ടാകുമ്പോൾ വലിയ ഹോളായത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങയുടെ മേലെ ആദ്യം നമ്മൾ രാഗിൻ്റെ ആ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ ലെയറായിട്ടാണ് നമ്മൾ സാധാരണ നമ്മൾ അരിപ്പൊടിയിലുള്ള മാവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര ലെയറുകൾ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ആദ്യം ഓരോന്നായിട്ട് ഇങ്ങനെ ലെയറുകളാക്കി കൊടുക്കട്ടെ. അപ്പോഴാണ് നമുക്ക് പുട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് ആ ലെയർ സെപ്പറേറ്റ് കാണുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ രാഗിപ്പൊടി ഇട്ടിട്ട് മുകൾ ഭാഗം ഇതാക്കിയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്കറിൽ വെള്ളം വെച്ചിട്ട് ആവിക്ക് വേവിച്ചെടുക്കുക. പ്രത്യേകിച്ച് ഒരു പണിയില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഞാൻ ചില്ലിടാത്ത കാരണം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഓരോ പുട്ട് റെഡിയായി കിട്ടാറുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്നൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രാഗിപ്പുട്ടാണ്. രാഗിപ്പുട്ട് എന്ന് പറയില്ല, അതിൽ നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. രാഗിൻ്റെ ആ മുഴുവൻ ആ കുത്ത് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയുടെ ആ ഒരു ഫസ്റ്റ് ഭാഗത്ത് അരിപ്പൊടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അരിമാവ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫസ്റ്റ് തേങ്ങൻ്റെ കൂടെ രാഗിപ്പൊടിൻ്റെ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ രാഗിയുടെ മാവാണ് കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അരിമാവാണ് കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയിൽ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ട് ഉതിർത്തിയെടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ രാഗി നല്ലതാണ് കേട്ടോ. ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ രാവിലെ തന്നെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും എന്നും പുട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി ഉണ്ടാക്കി നോക്കുക. ഹെൽത്തി ആണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാനും തോന്നും കേട്ടോ. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകത കാണുമ്പോൾ അവർക്കും തന്നെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഞാൻ കൈ വെച്ചിട്ട് പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സായിട്ട് പൊടിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു ലെയർ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ
ഷെയർ ചെയ്യുക. അപ്പം നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.